ഹലോ ഗെയിമേഴ്സ്. ടി വി എയിലെ പ്ലേയേഴ്സിന് RDRൽ ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു സെർവറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളെ ഗോഗുവിന് ഒരു ഇഷ്യൂവും ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഫുള്ളി ഗോഗു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. രായന് സിങ് കൗണ്ടിയിൽ ബാൻ കിട്ടിയോണ്ട് ഞാൻ എന്ത് ചെയ്ത് വേറെ അവൻ ബ്രൈറ്റ് ഫോളോ അങ്ങനെ എന്താണ്ട് ഏതോ ഒരു സെർവർ കയറുന്നതുകൊണ്ട് എന്നെ എൻ്റെ അകത്ത് പിടിച്ചേറ്റി. ഞാൻ എൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് മറ്റേ ഈ ഡ്രസ്സൊക്കെ മാറ്റുമല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഫോഴ്സ് ആയിട്ട് വരുന്ന ഇതാണ്, മനസ്സിലായില്ലേ? നമുക്ക് ക്ലോത്ത് മാറ്റുന്ന സമയത്ത് രണ്ട് കണ്ട പട്ടികൾ വന്നു. ഒന്നും പറയുന്നില്ല. ഞാൻ ഇത് മ്യൂട്ട് ചെയ്യുന്ന കാരണം ബാബു ഡിസ്കോഡ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് അപ്പോൾ അത് എന്നെ മറ്റേ സാധനം കയറിട്ട് വലിച്ചോണ്ടങ്ങ് പോയി. ഞാൻ ഇത് എനിക്ക് എന്ത് നടക്കുന്ന അറിയാം വേട്ടാ. ഇതിപ്പോ ഒരു മിനിറ്റ് എത്ര 35 സെക്കൻഡിലാണ്ടാണ് വലിച്ചോണ്ട് പോണത്. ഞാൻ എനിക്കെന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ നോക്കണേ പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് എനിക്ക് ബോധം വന്നിട്ട് ഞാൻ ബാക്ക് അടിച്ചപ്പോ ഇത് നോക്കിയാണ് പോണ്. ഇവനൊക്കെ എന്തൊരു കടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആക്സെന്റ് മനസ്സിലായോ? അങ്ങനെ മറ്റേ ഊളം കൊരക്കണ പോലെ ഞാൻ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത് എനിക്കറിയത്തില്ല. അല്ലേ, എന്നിട്ട് മറ്റേ ലവൻ അവന് അച്ഛല്ലാത്തവൻ പറയുക എന്തെവിടെ സംഭവിക്കണത്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്നെ പൊക്കിക്കൊണ്ട് അവന്റെ കൂട്ടുകാരെ തോളിക്കൂടെ ഇവിടെ കൊണ്ടിട്ട് അവൻ ചോദിക്കുക നീ എന്തിനാ ഇവിടെ എന്ന്. അയ്യോ ഹേ അപ്പൊ ഞാൻ തിരിച്ചു What do you mean, why you here? Oh my god. What's going on? What's going on? I'm going to the county. I was changing the dress. Why you tied me up? അവിടെ നിന്ന് പതറിയേ. I'm going to the county. I was changing the dress. Why you tied me up? അവിടെ നിന്ന് പതറിപ്പോയി. Why you tied me up? അപ്പൊ ഈ പൊട്ടന് മനസ്സിലായി ശരിയാണല്ല, നമ്മൾ ഇവൻ എന്തിനാ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവന്ന് പാവപ്പെട്ടവെന്ന് പറഞ്ഞിട്ട് ഇവൻ കയറ് വെട്ടി മനസ്സിലായി. ആശ അപ്പോഴാണ് ആശാന് ഓർമ്മ വന്നത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാനായിരുന്നു. അപ്പൊ ആശ കത്തിക്കാൻ തുടങ്ങി. അപ്പൊ അവൻ പറഞ്ഞു യാപ്പ് 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 എന്ന്. ഞാൻ യാപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അവന്റെ അച്ഛൻ്റെ അച്ചാർ. അപ്പൊ അവ ആശ വെടിവെച്ചു. അപ്പൊ അവനെ തെറി വിളിച്ച് എന്ന് പറഞ്ഞിട്ട് അവനെ തെറി വിളിക്കുക. ഞാൻ അവിടെ ആണെങ്കിൽ മുണ്ടും തുണിയില്ലാതെ ഞാൻ ഇറങ്ങി വന്ന് അവൻ്റെ അച്ഛ അവിടെ കിടന്ന് കത്തുന്നു തീയില്. ഞാൻ ഇറങ്ങി ഓടി. ഇനിയാണ് കോമഡി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ ഇനി എന്നെ അറിയാൻ പറ്റും. അപ്പൊ ബാബുവിന് മനസ്സിലായി ഞാൻ എന്നെ പിടിച്ചോണ്ട് വരുന്നു. അപ്പൊ ഇനി ഇവൻ എന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന നല്ലോണം മനസ്സിലായി. എടുത്തിട്ടറിഞ്ഞ കൂടെ അടിയായി അവനെ പിടിച്ചിട്ട് അവനെ ഞെക്കിയങ്ങ് കൊന്ന് അവന്റെ കഴപ്പ് തീർന്നേ. ഇനി നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ 2. അടുത്തവനെ അവന്റെ കൂടെ അവനെ ചോദിക്കാൻ വന്നു. അടുത്തവനെ പിടിച്ചിട്ട് അവൻ എനിക്ക് ചവിട്ടിട്ട് തന്ന് അടിയായി സീനായി തമ്മിത്തല്ലായി. അടിയേ വണ്ണടിയേ ചത്തിറക്കുന്നവനാ. ഡയലോഗ് അടിച്ചിട്ടില്ലേ മതപ്പക്ക ചത്തിറക്കുന്നവനാ കുഴി കിടക്കുന്നത്. അടിയായി വണ്ണടി. അവൻ അടി നല്ലോണം കിട്ടോ. അടിച്ചടിച്ച് അടിയോടടി ഇടി വലത്താട്ടി ഇട് അച്ഛൻ മട അടി 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 അടി. I'll stop this foolishness right now. നല്ലോണം അടി ഇട്ടപ്പോ പറയണ ഐ വിൽ ഫിനിഷ് ദിസ്. ഇപ്പൊ തന്നെ ഞാൻ നിർത്തുന്നതായിരിക്കും. ജീവന് കൊതി ഉണ്ടെങ്കിൽ നിർത്തിക്കോ. ഇത്ര അടി കിട്ടിയപ്പോഴാണ് അവന് ബോധം വന്നു. തലമണ്ടയ്ക്ക് കിട്ടിയപ്പോ അപ്പടെ കൊടുത്ത് ചെവിക്കല്ലത്തിന് അവൻ പറഞ്ഞപ്പോ തന്നെ അല്ലേ
അടിച്ച് അപ്പോഴാണ് അന്നടി ഇടിച്ചടിച്ച് നോക്കിയപ്പോ പെട്ടെന്ന് നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. ഞാൻ അടിച്ചോണ്ടിരിക്കുന്നവൻ വായുവിലങ്ങ് പോയി, മനസ്സിലായില്ലേ? ഞാൻ അങ്ങ് ടെൻഷനായി പോയി. ഞാൻ എന്നിട്ട് നോക്കിയപ്പോ ദാ കിടക്കുന്നു തെരുവില്. ഞാൻ വിടൂല. എന്നെ വെറുതെ നിന്ന് ഡ്രസ്സ് ഇട്ടോണ്ടിരുന്ന എന്നെ പിടിച്ചെട്ടിക്കൊണ്ട് വന്ന് കുഴിയിട്ട് കത്തിക്കാൻ നോക്കി. എന്നിട്ട് ഓടുന്നു. അല്ലേ ഓടിച്ചെന്നിട്ട് ഇടറ കിടക്കടാവണമെന്ന് പറഞ്ഞിട്ട് കത്തി കുത്തി. Fuck you, bitch. Fuck you, bitch. Fuck you. Fuck you, bitch. Fuck you, bitch. LKG പിള്ളേരെ പോലെ ഇവിടുത്തെ UK LKG പിള്ളേരൊക്കെ പോയി തെറി വിളിക്കൂലേ. Fuck you, bitch. You bastard. ഇനി അടുത്താണ് ക്രിഞ്ച് തെരുവിളിയാ, മനസ്സിലായില്ലേ? ഞാൻ തന്നെ ലൈവ് അല്ലാത്തോണ്ട് മറ്റേ ധൈര്യത്തോടെ വിളിച്ചതാ, മനസ്സിലായില്ലേ? ഇനി അടുത്ത കേൾക്കുമ്പോ നിങ്ങൾ അതിനെ തുപ്പരുത് കേട്ടാ. എനിക്കെന്നെ ക്രിഞ്ചായി പോയി ആ തെരുവിളി. ഇതൊക്കെ അടിച്ചു നോക്കണേ. LKG പിള്ളേർ പോലും ഇതിന്റെ അപ്പുറം വിളിക്കും, മനസ്സിലായില്ലേ? Fuck off, don't play with me, you asshole bitch. എന്റെ തൊലി ഒരിഞ്ഞു പോയി. ഇവിടുത്തെ LKG പിള്ളേരും എന്നെ കട്ടി തെറി വിളിക്കണോ കേട്ടിട്ട് എനിക്ക് ക്രിഞ്ച്. ഇത്ര ഇടിച്ച ഇടിയുണ്ടല്ലോ, അതിന്റെയൊക്കെ ആ ഒരു ഓർമ്മ പോയടാ ഈ തെറിവിളിയില്. ഇതിന് ശേഷം ഞാൻ വന്ന് ഞാൻ നോക്കിയപ്പോ ഇപ്പോഴും ചത്തിറക്കുന്നു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചട്ടാ, ക്വിറ്റ് അടിച്ചായിരുന്നു. രണ്ടുപേരെ കൊന്നല്ലോ, ഞാൻ എന്നിട്ട് ക്വിറ്റ് അടിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് കയറി. അപ്പൊ നോക്കിയപ്പോ ഒരുത്തൻ പൊങ്ങി, മറ്റവൻ പൊങ്ങിയില്ല. അവന് മനസ്സിലായി ഞാനാണെന്ന്. അപ്പൊ അവൻ വീണ്ടും എന്റെ അടുത്ത് തോന്നി യു ഫക്ക് യു എഗെയിൻ എന്ന് പറഞ്ഞോണ്ട് വീണ്ടും എന്നെ അങ്ങ് കൊന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷമുള്ള ക്ലിപ്പ് ഞാൻ ക്ലിപ്പ് ചെയ്യാൻ മറന്നേ. പക്ഷെ അതിനുശേഷം എന്തായിരിക്കും നടന്നത്? കളിക്കുന്നത് ഗോകുവിന്റെ അടുത്താണ്. പാക്കുകോടെ വെൽക്കം ഡാ, വെൽക്കം വെൽക്കം. കളിക്കുന്നത് ഗോകുവിനോടൊന്നും അവർക്ക് മനസ്സിലായില്ല. കൂട്ടുപോടാ ആശ എടുത്ത് നോക്കുന്ന മോടെ. ഇനി ആശ. How about I just like I tell you how to get a free good gun, and then we can leave this as it is. അവൻ ഞാൻ നിനക്കൊരു ഫ്രീ ഗണ്ണ് തരാം, നീ എന്നെ വെറുതെ വിടാൻ. ഏറ്റവും ഞാനല്ലേ ഇപ്പൊ ഇട്ടരാട്ടാ, ഇപ്പൊ തരാട്ടാ. അങ്ങനെ മനസ്സിലായില്ലേ? അവന്റെ അച്ചാർ പണ്ണി വിട്ട് പണ്ണി. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞ് എക്സ്ലാൻഡിസ് എക്സ് ഈഗിള് ഓർഗനൈസ് ചെയ്യുന്ന GTA ടൂർണമെന്റിലെ ഗ്രൂപ്പ്സുകൾ RC7 ഏതൊക്കെ ഗ്രൂപ്പിലാന്നുള്ളതിനെ കുറിച്ചൊക്കെ ഷെയ്ക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ പറയട്ടെ, ഇത് നല്ല, ഇത് നമ്മളെ രാജ്യൂസിലുള്ളത് ഏതാ? ഇത് അത്യാവശ്യം നല്ല ഒരു ഗ്രൂപ്പാ, നല്ല ടൈറ്റുള്ള ഗ്രൂപ്പായിരിക്കും. നല്ല നല്ല ഫൈറ്റ് കാണാൻ ചാൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് അത്. എടാ നമ്മളില് ഈ കാട്ടാക്കാടല്ല ഏതോ ഇതില് KV ഉണ്ടോ? ഇതില് ഇതില് കാട്ടാക്കട ബോയ്സ് KV ആണോ തോന്നുന്നു, എനിക്കറിയില്ല. ഗ്രൂപ്പ് E ആണ്. എന്ത് ഗ്രൂപ്പ് E? ശരവണ ബോയ്സ് ഗ്രൂപ്പ് E എന്താ? ഗ്രൂപ്പ് E ആണോ? അത്ര തലൈവെട്ടും മതോലോകം E അല്ലടാ, ഒന്നും കൂടി ഇതല്ലേ ബെറ്റർ. ഇതില് മാസും ഇതും ഇതിലും ഇല്ല ഒരു എടാ ഇതിലൊരു TV അല്ലായിരുന്നോ? ഞാൻ ഇപ്പൊ ഇന്നലെ ലൈവിന്റെ പാർട്സ് കട്ട് ചെയ്ത് കണ്ടത്. ഞാൻ അതിൽ നോക്കുമ്പോ ഇങ്ങനെയല്ലേ നമ്മൾ ഗ്രൂപ്പിൽ ഇതിട്ട ഇങ്ങനെടാ. ഈ ആണ് ബെറ്റർ. ഇത് മാറ്റണ്ട് കേട്ടോ, ഇത് മാറ്റണ്ട്. ഇത് ഇങ്ങനെയല്ല തോന്നുന്നുണ്ട്. ഇത് പക്ക സെയിമാ.
അല്ലല്ല എന്തോ വ്യത്യാസം കുറച്ച് ടീമൊന്നുമില്ല വേറെന്തോ ആ ഇതിൽ തന്നെയാണ് പേര് തോന്നുന്നത്. വ്യത്യാസമുണ്ട് ഇറ്റാലിയന്റെ വരുമ്പോ. കൂടെ ഈ കുറുപ്പിന്റെ ടീമാണ് കളിക്കുന്നത്. അത് ശരിയാ. ഇറ്റാലിയ, കുറുപ്പ്, TVA. ഇതിൽ KV ഉണ്ടോ? ശരവണ ബോയ്സും KV അല്ലേ? ശരവണ ബോയ്സ് കേവിയ ആ ഓക്കെ ഓക്കെ, എന്നാ ഇത് തന്നെ എടുക്കുക. അത് എനിക്ക് ബൈ മിസ്റ്റേക്ക് മാറിയതാ. ബ്ലഡ് ലൈൻ അറിയില്ല ഇത് DNA ആ ഇത് കോമ്പറ്റീറ്റീവ് ആവും. ഇത് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആവാൻ പോകുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് F ആണ്. ഇതിവിടെ കണ്ടോ നമ്മളെ ടീം കണ്ടില്ലേ, അജിസാൻ XRB. അതോടുകൂടി ഇത് ടോപ്പ് നോച്ച് ലെവലിലേക്ക് കളി മാറാൻ പോവാണ്. അതായത് കാട്ടാക്കട ബോയ്സ് ഒക്കെ കാട്ടാക്കട ബോയ്സ് വരാൻ തോന്നുന്നു. ആണോ? CM, കാലാപാനി, RDR, TG ഉണ്ട്. TGന്റെ മെയിൻ ലൈനപ്പ് അത്. VHന്റെ ഇതില് TVX, CSK ഉണ്ട്. ഷെയ്ക്കയുടെ IGL വരുന്തോറും ടീം കുറച്ചുകൂടി ബെറ്റർ ആവും, ജയിക്കും. എടാ നമ്മൾ IQ മനസ്സിലായോ? IQ 6 മാച്ച് കളിക്കണം ഉറങ്ങാതിരുന്നിട്ട്. ഇല്ലടാ, നമുക്കില്ല. ഒരു ടീമിന് അങ്ങനല്ല, ഒരു ടീമിന് 3 മാച്ചേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഓരോ ഗ്രൂപ്പിനും 3 മാച്ച് വെച്ചിട്ടല്ലേ? ആ, ഒരു ഗ്രൂപ്പിന് 3, ഇവര് ഗ്രൂപ്പിന് 3, ഈ ഗ്രൂപ്പിന് 3, ഈ ഗ്രൂപ്പിന് 3. നമുക്ക് അടിക്കണ സീനില്ല. നമ്മളെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉള്ളത്? നെക്സ്റ്റ് ജെൻ, സിൻഡിക്കേറ്റ്, കട്ടക്കട ബോയ്സ്, JDA, KVP, ANB. നമ്മളടിക്കും ഗൈസ്. നമുക്ക് അടിക്കണ സീനില്ല. ഈസി പുസി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.